അപ്പോൾ ക്യാരറ്റ് നടാമെന്ന് വെച്ചപ്പോഴത്തേക്കും ക്യാരറ്റിൻ്റെ സീഡ് നോക്കിയപ്പോൾ പല വെറൈറ്റി ക്യാരറ്റ്സ് അവൈലബിൾ ആണ്. ഇതുണ്ടോ, വൈറ്റ് ക്യാരറ്റ്. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ ഞാൻ ഒരെണ്ണം വൈറ്റ് ക്യാരറ്റ് വെറൈറ്റി നടാമെന്ന് വെച്ചു. പിന്നെ വേറൊരെണ്ണം ന്യൂ കുറോഡ വെറൈറ്റി. ഗാർഡനേഴ്സൊക്കെ പറയുന്നത് നല്ല വെറൈറ്റി ക്യാരറ്റാണെന്നാണ്. അപ്പോൾ നമ്മൾ ഏതായാലും നടുന്നതല്ലേ, അപ്പോൾ ഒന്ന് നട്ട് നോക്കാമെന്ന് വെച്ച്. പിന്നെ വേറൊരു വെറൈറ്റി ഫാമേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന സ്കാർലറ്റ് നാൽറ്റസ് ക്യാരറ്റ്. സോ ഐ തോട്ട് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ റെഗുലർ ഇംപെറേറ്റർ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്. സോ ഐ തോട്ട് അത് ഇരിക്കട്ടെ. പിന്നെ നോക്കിയപ്പോൾ പേർപ്പിൾ ക്യാരറ്റ്. അപ്പോൾ സോ ഐ തോട്ട് അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഫാമേഴ്സ് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് പേർപ്പിൾ കളറിലെ ക്യാരറ്റ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫോളിൽ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ക്യാരറ്റ് നടാനായിട്ട്. ഇത് റെയിൻബോ ക്യാരറ്റ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നതാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ് നടലാണ്. ഇതാണ് നമ്മുടെ ബെഡ് ഓൾറെഡി ഞാൻ നനച്ച് റെഡിയാക്കിയൊക്കെ ഇട്ടേക്കുവാണ്. ഇതിന് മുൻപ് കാണിച്ചതാണല്ലോ എങ്ങനെയാണ് റൈസ് ബെഡ് പ്രിപ്പയർ ചെയ്യണേന്ന്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പിന്നെ രണ്ടാമത് ചെയ്യാഞ്ഞത്. സോ ആസ് എല്ലാം യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ കമ്പോസ്റ്റും ഓർഗാനിക് ഫെർട്ടിലൈസർ, ഓർഗാനിക് ഗ്രാനുലർ ഫെർട്ടിലൈസറും ഇട്ടു, ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സോയിലിട്ട് വെള്ളമൊക്കെ നനച്ചിങ്ങനെ റെഡിയാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഈ വെറൈറ്റിയൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞില്ലേ, ഒരു 6 വെറൈറ്റി ഉണ്ട്. നമുക്കപ്പോൾ അത് നടാം. ആദ്യം നമ്മൾ നടാൻ പോകുന്നത് നമുക്ക് റെയിൻബോ ക്യാരറ്റ് നടാം. റെയിൻബോ ക്യാരറ്റ്, ഈ ക്യാരറ്റിൻ്റെ സീഡ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ്. സോ ഇത് ഗ്രോ ചെയ്യുന്ന ഗാർഡനേഴ്സ് പറയുന്നത് നമ്മൾ ആദ്യം ഇത് നമ്മൾ നടും, 1 or 2 ഒക്കെ വെച്ചിട്ട് ഓരോ ഹോളിലും നട്ടിട്ട് പിന്നെ പിന്നീട് നമ്മൾ തിന്ന് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. സീഡ് ഇട്ടു, പക്ഷേ ഇത് ഭയങ്കര ടൈനിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ ചുമ്മാ വിതറുകയുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി ഡെലിക്കേറ്റ്. കാണാനും കൂടെ പറ്റുന്നില്ല എവിടെയാണ് ഇട്ടതെന്നും കൂടെ. സോ നമ്മൾ ചുമ്മാ അതിൻ്റെ മുകളിലിങ്ങനെ സീഡ് മൂടത്തക്ക വിധം ഇടുക, എന്നിട്ട് പാറ്റ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ റെയിൻബോ ബ്ലെൻഡ് നട്ടു. ഇനി അടുത്തത് നമ്മൾ ഈ വൈറ്റ് ക്യാരറ്റാണ് ഇവിടെ നടുന്നത്. ന്യൂ കൊറോഡ ക്യാരറ്റ് നട്ടു കൊടുക്കും. ഇവിടെ
കോസ്മിക് പർപ്പിൾ എന്ന് പറഞ്ഞ ക്യാരറ്റ്. ഇവിടെ നമ്മുടെ റെഗുലർ ക്യാരറ്റ്. പിന്നെ ഇവിടെ നമുക്ക് സ്കാർലറ്റ് ക്യാരറ്റ് നട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 7 കോളത്തിലായിട്ട് നമ്മൾ നട്ടു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. ഇനി നമ്മൾ വേറെ വെറൈറ്റി ന്യൂ കുറൂഡ ക്യാരറ്റ് നട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സീഡാണത്. സോ വാട്ട് വി ഡു ഇസ് ചുമ്മാ ഇങ്ങനെ സോയിലിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കുക. 2 inch അപ്പാർട്ട് ആണ് നടാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര വളരെ മൈന്യൂട്ടായിട്ടുള്ള സീഡായത് കൊണ്ടിട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ് ടു സീ. അപ്പോൾ നമ്മളിങ്ങനെ നട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെതറി കൊടുക്കും. ഇനി നമ്മൾ സ്കാർലറ്റ് നാൻറ്റിസ് എന്ന് പറഞ്ഞ ക്യാരറ്റ്, അതിൻ്റെ സീഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പതുക്കെ ഇങ്ങനെ സീഡ് ഇടുക, എന്നിട്ട് സ്ലോലി കുറച്ച് സോയിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാമോ എന്നറിയില്ല, കുഞ്ഞാണ്, വളരെ ചെറുത്. കണ്ടോ, ഇങ്ങനെ 3 റോയിൽ ഇട്ടു. ഇപ്പം അതൊക്കെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണിങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കും. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല. കാരണം വലിയ ഹോളിലൊക്കെ ഇങ്ങനെ പൂക്കളുടെ ഇതിടുന്ന പോലെ ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ 1 2 3 6 വെറൈറ്റി ക്യാരറ്റ് നമ്മൾ നട്ടു. ഇനി നന്നായിട്ട് വെള്ളം ഒഴിക്കുക. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് നട്ട 6 വെറൈറ്റിയാണത്. ഇനിയിപ്പോൾ ഇത് ജെർമിനേറ്റ് ചെയ്യുന്ന ഡേയ്സ് ഓരോന്നിനും വ്യത്യാസമുണ്ട്. എന്നാലും കുറച്ചധികം സമയം എടുക്കും എന്നാണ് എഴുതിയേക്കുന്നത്. കാരണം ഫോളിൽ ഇവിടെ ടെമ്പറേച്ചർ കുറവാണല്ലോ. ബട്ട് സ്റ്റിൽ ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് കാണിക്കാം. ഓക്കെ, ഓൾറൈറ്റ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.